പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 പത്രോസിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ വിശുദ്ധ പത്രോസ് പറയുകയാണ്, വിലയേറിയ വിശ്വാസത്തെക്കുറിച്ചും വിലയേറിയ യേശുവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും അതിമഹത്തായ ദൈവത്തിൻ്റെ പ്രവൃത്തി പത്രോസ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ആ വലിയ സത്യം പത്രോസ് തൻ്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പത്രോസ് പറയാണ്, വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാണെന്ന്. പരിശോധനകൾ നശിപ്പിക്കാൻ വേണ്ടിയല്ല, അത് പണിയപ്പെടാൻ വേണ്ടിയാണ്, പുതുക്കപ്പെടാൻ വേണ്ടിയാണ്. നമുക്കറിയാം, സ്വർണം ഉലയിലിട്ട് അത് പഴുപ്പിച്ചാൽ അതിൻ്റെ കീടമെല്ലാം പോയി നല്ല സ്വർണമായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ ജീവിതത്തിൽ പരിശോധനകൾ വരുമ്പോൾ ഈ പരിശോധന നമ്മളെ മാറ്റുള്ളവരാക്കി, അഭിഷേകമുള്ളവരാക്കി, ദൈവകൃപയിലുള്ളവരാക്കി, ദൈവത്തിന് ഏറ്റവും പ്രയോജനമുള്ളവരാക്കി മാറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതത്തിൽ വിലയേറിയ വിശ്വാസം അത് പരിശോധനയിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ അവിടുന്ന് മനസ്സിലാക്കുവാനും ദൈവപ്രവൃത്തിയെ അനുഭവിക്കുവാനും ദൈവം ഇടയാക്കും. രണ്ടാമതായി, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്തെക്കുറിച്ച്. വിലയേറിയ പരിശോധന, യേശുവിൻ്റെ വിലയേറിയ രക്തം. പഴയ നിയമത്തിൽ സ്വർണമോ വെള്ളിയോ വില കൂടിയ വസ്തുക്കളായിരുന്നു വീണ്ടെടുപ്പിന് വേണ്ടി അവർ കുടിച്ചതെങ്കിൽ, പുതിയ നിയമത്തിൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടായിരുന്നു കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മെ അവിടുന്ന് വീണ്ടെടുത്ത് ക്രിസ്തുവിൻ്റെ മകനും മകളുമാക്കി നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് വേർതിരിച്ച് കർത്താവിനെ രക്ഷിതാവും നാഥനുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറയാൻ തക്കവണ്ണം നമ്മെ ദൈവം വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണം യേശുവിൻ്റെ രക്തത്തിൽ വിലയേറിയ ഒരു വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി അവൻ നടത്തിയതുകൊണ്ടാണ്. അത് വിലയേറിയതാണെന്ന് തിരിച്ചറിയാൻ കാരണം, യേശു പറഞ്ഞു, സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിന്നെ വില കൊടുത്താ വാങ്ങിയതെന്ന്. ആ വിലയേറിയവന്റെ ആ വിലയെ തിരിച്ചറിയാൻ വേണ്ടിയാ ദൈവം ഇന്ന് നമുക്കിടയാക്കിയത്, അല്ലെങ്കിൽ ഇടവരുത്തിയത്. മൂന്നാമതായി കാണാം, വിലയേറിയ ജീവനുള്ള കല്ലുകൾ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലാണ് മൂലക്കല്ലായി വെച്ചതെങ്കിൽ ആ കല്ല് തന്നെയായിരുന്നു നമ്മുടെ കർത്താവ്. നമ്മളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഒരു ആത്മീയ ഗ്രഹമായി പണിയപ്പെടേണ്ടതിന് വിലയേറിയ ജീവനുള്ള കല്ലുകളെ ചേർത്ത് വെച്ച് ഒരു ആത്മീയ ഗ്രഹം പണിത് ഞാനും എൻ്റെ കർത്താവുമായി ഒന്നിച്ചു വാസം ചെയ്യേണ്ടതിന്, എൻ്റെ അകത്ത് എൻ്റെ കർത്താവ് വസിക്കുന്നത് ഞാൻ അനുഭവിക്കുവാൻ തക്കവണ്ണം എൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവ് ജീവനുള്ളവനായി പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. നാലാമതായി, വിലയേറിയ ഹൃദയത്തിൻ്റെ വിലയേറിയ ഗൂഢ മനുഷ്യൻ. പുറമേയുള്ള ആഡംബരങ്ങളല്ല ദൈവസന്നിധിയിൽ വിലയേറിയത്. അകമേ നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് പറയാൻ കാരണം, നിന്റെ അകത്തു വസിക്കുന്ന ദൈവം വിലയേറിയവനാണ്
അവൻ്റെ നാമം ഒന്ന് പറയാമോ? യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച സമയത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുന്നത് കാണാൻ കഴിഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ശരീരത്തിലുള്ള മുഴകൾ അപ്രത്യക്ഷമായി പോകുവാൻ ഇടവന്നു. പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിന് കാഴ്ച കുറഞ്ഞ കണ്ണിന് പൂർണ്ണ കാഴ്ചയിലേക്ക് വരാൻ ഇടവരുത്തി. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ അത്ഭുത പ്രവൃത്തികളെ നടത്തുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയാൻ ഇടയായത് വിലയേറിയവനായ ദൈവം നമ്മളെ വില കൊടുത്തു വാങ്ങി ഞാനും വിലയുള്ളവനാണെന്ന് അവൻ നമ്മോട് പറഞ്ഞതുകൊണ്ടാണ്. ആ വിലയെ തിരിച്ചറിയാൻ തക്കവണ്ണം ഈ ഒരു പ്രഭാതം ദൈവം എനിക്ക് തന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ ഉണരുമ്പോൾ വിലയേറിയവന്റെ മഹത്വം അനുഭവിച്ചു വേണം കടന്നു പോകാൻ ഇടയാകേണ്ടത്. ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ കർത്താവ് ഇന്നിടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം മടങ്ങാൻ. കർത്താവ് മഹത്വം എടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.